നരേന്ദ്രമോദിയെ തീർക്കാനായി 24 CIA ഏജന്റുമാർ മിഷണറിമാരുടെ വേഷം മാറി ഇന്ത്യയിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നരേന്ദ്രമോദിയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 24 CIA ഏജന്റുമാർ മിഷണറിമാരുടെ വേഷത്തിൽ, അതായത് പാസ്റ്റർമാരുടെ വേഷത്തിൽ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ചില്ലറക്കാരല്ല അവർ. അതായത് അമേരിക്കൻ ആർമി മേജറും ട്രെയിനറുമായ ജെയിംസ് വാട്സൺ എന്ന CIA ചാരൻ മഹാരാഷ്ട്രയിലെ താനെയിൽ അറസ്റ്റിലായി. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിൽ ബിസിനസ് വിസയിൽ കഴിയുകയായിരുന്നു ഈ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഈ അമേരിക്കൻ കമാൻഡറും അമേരിക്കൻ ട്രെയിനറുമാണ് ഇയാൾ. അമേരിക്കയുടെ ആർമി മേജറും ട്രെയിനറുമാണ് ഇയാൾ. മോദിയെ വധിക്കാൻ ലക്ഷ്യമിട്ട 24 US കമാൻഡോകൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരം. ഇയാളും ബംഗ്ലാദേശിൽ വെച്ച് മോദിയെ വധിക്കാനെത്തി കൊല്ലപ്പെട്ട US കമാൻഡോയും ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ കലാപത്തിന് ആയുധം നൽകി ഇന്ത്യയിൽ ലഹള സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഡാനിയൽ സ്റ്റീഫൻ കോട്നി കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന രണ്ടാമത്തെ CI ചാരനാണ് മേജർ ജെയിംസ് വാട്സൺ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലാനായിട്ട് നേരത്തെ ധാക്കയിൽ വെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമേരിക്കയുടെ ഒരു കമാൻഡർ വന്ന് താമസിച്ച് അയാളെ ഏതോ അജ്ഞാതൻ തീർത്തു. ഏത് അജ്ഞാതൻ എന്നറിയില്ല. അയാളുടെ ബോഡി പോലും പരിശോധിക്കാൻ കഴിയാതെ അമേരിക്ക പൊക്കിക്കൊണ്ടുപോയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് 24 CIA ചാരന്മാർ മോദിയെ വധിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാൻ തന്നെയാണ് വഴി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ പലതവണ ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിട്ടും പല കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും മുളയിലേ നുള്ളി ഇന്ത്യൻ സർക്കാർ അതിനെ അറഞ്ചം പുറഞ്ചം തീർത്ത് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് വീണ്ടും ഇന്ത്യയിൽ ലഹള ഉണ്ടാക്കാനും അതുവഴി ഇന്ത്യയെ തകർത്ത നരേന്ദ്രമോദിയെ തകർക്കാനും വധിക്കാനും അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ ആർമിയുടെ മേജറും ട്രെയിനറുമായ ആളുകൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെറുതെ വിടേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.